ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കണമെന്ന ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. മുസ്ലിം ലീഗും സമസ്തയും ഉൾപ്പെടെ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് 3:30-ക്കാണ് ഹർജി പരിഗണിക്കുക. ധനസുമോദുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ, നിലവിലെ സാഹചര്യത്തിൽ വളരെ സുപ്രധാനമാണ് ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കണമെന്നുള്ളൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് ആണിപ്പോൾ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ എത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ എന്തൊക്കെയാണ് നടക്കുക സുപ്രീം കോടതിയിൽ? ജിൽസി, രാജ്യത്തിൻ്റെ ക്രമസമാധാന വിഷയത്തെ അങ്ങേയറ്റം ബാധിക്കുന്ന ഒരു കേസാണ്, ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഉൾപ്പെടുന്ന 3-അംഗ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഹർജി ആയതിനാൽ സമർപ്പിച്ചിരിക്കുന്നവർ തന്നെ മുൻ IFS ഓഫീസർമാരുണ്ട്, IAS ഓഫീസർമാരുണ്ട്, DGPമാരുണ്ട്, അത് മുസ്ലിം ലീഗ് പോലത്തെ ഒരു പാർട്ടികളുണ്ട്, സമസ്തയുണ്ട്. അങ്ങനെ ഒരു കൂട്ടം ആളുകളാണ് ഇവർ ഹർജിയുമായി എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ ആരാധനാലയ സംരക്ഷണ നിയമം ഇല്ലാതാക്കണം, അത് റദ്ദ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹിന്ദുത്വ സംഘടനകളും അവരും സുപ്രീം കോടതിയെ തന്നെ സമീപിച്ചിട്ടുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ഇത് ഒരു കാരണവശാലും, ഈ ഹിന്ദു വിഭാഗം പറയുന്നത് ഈ നിയമം റദ്ദാക്കണം എന്ന് തന്നെയാണ്. കാരണം 1947 ഓഗസ്റ്റ് 15-ന് ശേഷം, അതിനു മുമ്പ് ആ ദിവസം മുതൽ എങ്ങനെയാണോ ഒരു ആരാധനാലയത്തിൻ്റെ ഉടമസ്ഥാവകാശം അങ്ങനെ തന്നെ തുടരാനാണ് നിയമം പറയുന്നത്. ഇതിനകം തന്നെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, സർവേകൾ നടപടികളുമായി ബന്ധപ്പെട്ട് ചില കോടതികൾ അനുമതി നൽകിയതോടുകൂടിയാണ് ഇത് വീണ്ടും വിവാദത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും രാജ്യത്തിൻ്റെ ഒരു ക്രമസമാധാനത്തെ കൂടി ബാധിക്കുന്ന വിഷയമായതിനാൽ ഈ നിയമത്തിൽ ഒരു കാരണവശാലും മാറ്റം വരുത്തരുതെന്നും ഇത് മുറുകെ പിടിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ആ തരത്തിലുള്ള ഒരു നടപടി എടുക്കണം എന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഇത് 3:30-ക്കാണ് ഇന്ന് കേസ് പരിഗണിക്കുന്നത്. ഇത് മിക്കവാറും ഒരു ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാനായിട്ട് ഉയർന്ന ബെഞ്ചിലേക്ക് വിടാനാണ് സാധ്യത കാണുന്നത്.